ഇന്റർപോളിന് കൂടെ കൊടുക്കാറ് ഇരിക്കട്ടെ. കൊടുക്കുമ്പോഴേ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഒരു ഗുമ്മിരിക്കട്ടെ. ഇന്റർപോൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗുമ്മുണ്ടല്ലോ. ഇനി അതിശക്തമായ ഇതിന് തിരിച്ചടി ഉണ്ടാകും. ഇനി എന്നെ കൂടെ ഈ കേസിൽ ഉൾപ്പെടുത്തിയതിന് ഞാൻ റിനിയോട് വളരെ താഴ്മയോടുകൂടി നന്ദി പറയുന്നു. നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാസികൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായ അതിനെതിരെ എന്നും സ്വരം ഉണ്ടാവും. മുഖ്യമന്ത്രിയല്ല, ആർക്കെതിരെ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആരുടെ സമക്ഷം കംപ്ലൈന്റ് കൊടുത്താലും അതിശക്തമായി റിനിയെ വിമർശിക്കും. റിനി ഓർക്കണം, റിനി മദർ തെരേസയൊന്നും അല്ലല്ലോ വിമർശനത്തിന് അതീതയാകാൻ. അങ്ങനെ പച്ചക്കള്ളം പറയുന്നവരെ പൊളിച്ചെടുക്കാൻ ഞാൻ എന്നും ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അടക്കം വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് രാഹുൽ ഈശ്വറിനെതിരെ പരാതി എന്നുള്ളത്. റിനി നിയമ നടപടി നേരിട്ട് തുടങ്ങാൻ പോലേ ഉള്ളൂ. ഞാനും തുടങ്ങിയിട്ടുണ്ട്, എന്റെ അഡ്വക്കേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. റിനി രാഹുൽ മാങ്കൂട്ടത്തിനെ മെനക്കെടുത്തിയതുപോലെ ഒരുപാട് പുരുഷന്മാരെ ഈ വ്യാജ പരാതികളിൽ വേട്ടയാടാൻ നോക്കുന്നത് പോലെ റിനിക്ക് മനസ്സിലാകും ലീഗലി മെനക്കെടുത്ത് എന്താ. ഞാൻ ആ സെക്ഷൻസ് ഇപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാസികൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായ അതിനെതിരെ എന്നും സ്വരം ഉണ്ടാവും. മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആരുടെ സമക്ഷം കംപ്ലൈന്റ് കൊടുത്താലും അതിശക്തമായി റിനിയെ വിമർശിക്കും. റിനി ഓർക്കണം, റിനി മദർ തെരേസയൊന്നും അല്ലല്ലോ ഈ വ്യാജ പരാതികളിൽ വേട്ടയാടാൻ നോക്കുന്നത് പോലെ റിനിക്ക് മനസ്സിലാകും ലീഗലി മെനക്കെടുത്ത് എന്താ. ഞാൻ ആ സെക്ഷൻസ് ഇപ്പോഴേ നോക്കി വെച്ചിട്ടുണ്ട്. കോസിംഗ് അനോയൻസ് ബൈ ഫയലിംഗ് ഫോൾസ് കംപ്ലൈന്റ്. ഇത്തരം വ്യാജ പരാതികൾ കൊണ്ട് അനോയൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ അതിശക്തമായി പോകും. ഒന്ന് ഞാൻ വാദിക്കും, ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റിനെ കൊണ്ട് വാദിക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ലോയേഴ്സിനെ കൊണ്ട് വാദിക്കും. തീവ്ര ഫെമിനാസികളുടെ കട പൂട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോവുള്ളൂ. ഈ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കട പൂട്ടി അവരുടെ പരിപാടികൾ അവസാനിപ്പിച്ച് അവരെ കെട്ടിച്ചിട്ടേ ഇതിന്ന് തിരിച്ചിറങ്ങി. നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാസികൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായ അതിനെതിരെ എന്നും സ്വരം ഉണ്ടാവും. മുഖ്യമന്ത്രിയല്ല,